പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധതയ്ക്കും വികസന വിരുദ്ധതയ്ക്കും അഴിമതിക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരായ ജനവിധിയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിച്ച പിണറായി ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വരുന്ന ജനരോഷത്തെ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനും UDF-നും എതിരായിട്ടുള്ള ജനവിധി കൂടിയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക. അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഉയർത്തിപ്പിടിക്കുന്ന വികസന രാഷ്ട്രീയത്തിന്, അതായത് വികസിത കേരളം വികസിത നിലമ്പൂർ എന്ന ലക്ഷ്യത്തിന് അനുകൂലമായി നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ തയ്യാറാകും എന്നുള്ളതാണ് NDAയുടെ പ്രത്യാശ. നോക്കൂ, നിലമ്പൂരിലെ ജനങ്ങൾ കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ 3 തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത്. അതിൽ 2 തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ്, ജനങ്ങളെ തലയിൽ അടിച്ചേൽപ്പിച്ചതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് UDF ആണെങ്കിൽ, കോൺഗ്രസ് ആണെങ്കിൽ, ഏറ്റവും ഒടുവിലത്തെ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്, LDF-നാണ്. അതുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും LDF-നും UDF-നും എതിരായിട്ടുള്ള ജനവികാരമായിരിക്കും, ജനവിധിയായിരിക്കും ഉണ്ടാകുക. ഈ തെരഞ്ഞെടുപ്പിൽ 65 വർഷക്കാലം സംസ്ഥാനത്ത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും LDF-ഉം UDF-ഉം നാളിതുവരെ തുടർന്നു വന്ന അധാർമിക രാഷ്ട്രീയം, അധോലോക രാഷ്ട്രീയം, അവിശുദ്ധ രാഷ്ട്രീയം, അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വികസന വിരുദ്ധത, ജനവിരുദ്ധത, അഴിമതി, പ്രീണനയം, ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടും. ഇപ്പം പ്രധാനമായിട്ടും മലയോര മേഖല, ആ മലയോര മേഖലയിൽ ജനങ്ങളോട് LDF-ഉം UDF-ഉം കാണിച്ചിട്ടുള്ള അവഗണനയ്ക്കെതിരെ അതിശക്തമായ അമർഷം ആ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. അത് വന്യജീവികളിൽ നിന്നുള്ള അക്രമമായാലും ശരി, മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു, കാർഷിക വിഭവങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറാകാത്ത LDF-നോടും UDF-നോടുള്ള അമർഷം മലയോര മേഖലയിൽ ഇപ്പോൾ പ്രകടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിലെ കർഷകരുടെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ ഇത് LDF-ഉം ഭയപ്പെടുന്നു, UDF-ഉം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് മലയോരത്തിൻ്റെ മകനായിട്ടുള്ള BJP NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ LDF-ഉം പരിഹസിക്കുന്നു, UDF-ഉം പരിഹസിക്കുന്നു. അതായത് മലയോര മേഖലയെ LDF-ഉം ഭയപ്പെടുന്നു, UDF-ഉം ഭയപ്പെടുകയാണ്. മറ്റൊന്ന്, ഇപ്പം ഈ നിലമ്പൂരിലെ ജനങ്ങൾ, അത് സംസ്ഥാനത്തുടനീളം ഈ 2 മുന്നണികളുടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസന വിരുദ്ധത, അതിന് പ്രകടമായ ഉദാഹരണമാണ് ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത. NDAയുടെ ഗവൺമെൻറ് ഈ പാത നടപ്പിലാക്കാൻ തയ്യാറാണ്. പക്ഷേ ഇരു മുന്നണികൾക്കും ഈ റെയിൽപാതയോട് യാതൊരു താല്പര്യവുമില്ല. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഇപ്പോഴുള്ള
റെയിൽവേ മന്ത്രി ശ്രീമാൻ അശ്വിനി വൈഷ്ണവ് പാർലമെന്റിനകത്തും പുറത്തും നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. പക്ഷേ അതിൻ്റെ ചെലവിൻ്റെ പകുതി പണം സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിനോട് മുഖം തിരിഞ്ഞ നിലപാടാണ് UDF ഭരിച്ചപ്പോഴും LDF ഭരിച്ചപ്പോഴും ഇരു മുന്നണികളും സ്വീകരിച്ചത്. അതേപോലെ നിലമ്പൂരിൻ്റെ ഏറ്റവും വലിയ വികസന പ്രശ്നമാണ് ബൈപ്പാസ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 21 വർഷത്തിനപ്പുറത്താണ് ആ ബൈപ്പാസ് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ ഇരുമുന്നണികളോടും ചോദിക്കുന്നു, നിലമ്പൂർ ബൈപ്പാസ് എവിടെ? എന്താണ് 2 പതിറ്റാണ്ടിലധികമായിട്ടും പ്രഖ്യാപനം നടത്തിയിട്ട് 2 പതിറ്റാണ്ടിലധികമായിട്ടും എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനമായിട്ടുള്ള ഈ നിലമ്പൂർ ബൈപ്പാസ് എന്താ നടപ്പിലാകാത്തത്? ആരാണ് അതിന് തടസ്സം? ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ LDFും തയ്യാറാകുന്നില്ല, UDFും തയ്യാറാകുന്നില്ല. ഇവിടുത്തെ ഒരു ഗവൺമെൻറ് കോളേജിന് 2 തവണയാണ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 വർഷം ഒരിടത്തായിരിക്കും കോളേജ്, അടുത്ത 2 വർഷം വേറൊരിടത്തായിരിക്കും കോളേജ്. ഇതുപോലെ ഒരു കോളേജ് ഇന്ത്യയിൽ ഒരിടത്തുമില്ല. 2 വർഷം ഒരു സ്ഥലത്ത് കോളേജ്, 2 വർഷം വേറൊരിടത്ത്, അടുത്ത വർഷം വേറൊരിടത്ത്. ഇത് ഈ LDFിൻ്റെയും UDFിൻ്റെയും ഒരു വികസനത്തിൻ്റെ വികലമായ വികസനമാണ് ഈ കാണുന്നത്. അങ്ങനെ നിരവധി വികസന പ്രശ്നങ്ങളുണ്ട്. ഇതുവരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് മാത്രമല്ല, അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമുള്ള സന്ദേശമായിരിക്കും. ഈ അവസരത്തിലാണ് ഈ പഴകിയിട്ടുള്ള കേരളത്തെ അധപ്പതിപ്പിച്ച ഇരു മുന്നണികളുടെയും ഈ പഴയ രാഷ്ട്രീയത്തിനെതിരെ വികസിത കേരളം, വികസിത നിലമ്പൂർ എന്ന കൺസെപ്റ്റുമായിട്ട് ലക്ഷ്യവുമായിട്ട് NDA ജനവിധി തേടുന്നത്. എല്ലാവർക്കും വേണ്ടി എല്ലാവരോടൊപ്പം എന്ന നരേന്ദ്രമോദിജിയുടെ മുദ്രാവാക്യം ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഞങ്ങൾ കേരളമാകെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പുതിയ രാഷ്ട്രീയം, വികസനത്തിനായുള്ള രാഷ്ട്രീയം, വികസിത കേരളം എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയത്തോടൊപ്പം ചേരാൻ, NDAയോടൊപ്പം ചേരാൻ നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം NDAയുടെ വികസനം, നരേന്ദ്രമോദിജിയുടെ വികസനത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ സന്ദർശിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം, കേരളത്തിൽ 3ഉം 4ഉം റെയിൽപാത അതിൻ്റെ സാങ്കേതികമായ അനുമതി തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ റെയിൽവേ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുന്ന 3ആം പാതയ്ക്കും 4ആം റെയിൽപാതയ്ക്കും കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3300 കോടി രൂപ റെയിൽവേ വികസനത്തിന് വേണ്ടി കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടി റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി CPMും കോൺഗ്രസും ഭരിച്ചിരുന്ന UPA കാലത്ത് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് നൽകിയത് 340 കോടി രൂപയാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം 460 കോടിയുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ഇവിടുത്തെ നിലമ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ വികസനം, ഞാൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട പാസഞ്ചേഴ്സ് എമിനിറ്റീസ് കമ്മിറ്റിയുടെ ദേശീയ ചെയർമാനായിരുന്ന സമയത്ത് ഞങ്ങളാണ് BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെയും അതുപോലെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ
ABSS സ്കീമിൽ ഈ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനെ ഉൾപ്പെടുത്തിയതും ഏറ്റവും മനോഹരമായിട്ട് ആ റെയിൽവേ വികസനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു അടിസ്ഥാനപരമായ വികസനം 65 വർഷത്തിനുള്ളിൽ UDFനും LDFനും ജനങ്ങളുടെ മുന്നിൽ, നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുമോ? ഏതായാലും ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പും ഇതിന് തൊട്ട് മുമ്പുള്ള ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ഒരു അനാവശ്യമായിട്ട് ജനങ്ങളെ തല അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. പക്ഷെ എന്നാലും ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ രണ്ടടിക്കടിയുള്ള തെരഞ്ഞെടുപ്പുകൾ അതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം വളരെ വലുതാണ്. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, അവരൊക്കെ ഇതൊക്കെ സഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരവാദികളായ ആളുകൾക്ക് യാതൊരു ജനാധിപത്യ മര്യാദയുമില്ലാത്ത നിലപാടാണ് CPM-ഉം കോൺഗ്രസും LDFും UDFും സ്വീകരിക്കുന്നത്. ഇതിനെല്ലാം എതിരായിട്ടുള്ള ജനവിധി, അത് NDAക്ക് അനുകൂലമായ ജനവിധി, അതോടൊപ്പം മോഹൻ ജോർജിന് അനുകൂലമായ ജനവിധി നിലമ്പൂരിൽ നിന്നുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ ജൂൺ 5-ാം തീയതി 4 മണിക്ക് നിലമ്പൂരിലെ കോടതിപ്പടി പ്രത്യേക സജ്ജമാക്കിയ പന്തലിൽ നടക്കുന്നു. NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ്. NDAയിലെ ഘടകകക്ഷികളായിട്ടുള്ള BDJSന്റെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ സംസ്ഥാന കൺവീനറുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, അതുപോലെ NDAയുടെയും BJPയുടെയും സമന്വിതരായ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും NDAയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. NDAയുടെ സമന്വിതരായ നേതാക്കൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ K സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ BJPയുടെ സമന്വിതരായ നേതാക്കന്മാർ, BDJSന്റെ സമന്വിതരായ നേതാക്കന്മാർ, മറ്റ് ഘടകകക്ഷി നേതാക്കന്മാർ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ നിലമ്പൂരിൽ എത്തിച്ചേരും. അവരെല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകും. ജൂൺ 5 വൈകുന്നേരം 4 മണിക്ക് കോടതിപ്പടി. അല്ല, ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഈ ഗവൺമെൻറ് ആവശ്യപ്പെടുക പത്രപ്രസ്താവന നടത്തുകയല്ല വേണ്ടത്. ഇത്തരം കേരളത്തിലെ രൂക്ഷമായ പ്രശ്നമാണ്. നിലമ്പൂർ മാത്രമല്ല, നമ്മുടെ കേരളത്തിലുടനീളം ഇത് നിലനിൽക്കുന്നൊരു വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള നിവേദനം അല്ലെങ്കിൽ രൂപരേഖ തയ്യാറാക്കിയിട്ട് കേന്ദ്രത്തെ സമീപിക്കണം. പക്ഷെ ഇവിടെ പ്രശ്നം കേന്ദ്രം നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലും, ഇപ്പോൾ ഫെൻസിങ്, അതിനാവശ്യമായ കേന്ദ്രം ഇപ്പോൾ നൽകുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ചില മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരവും അവകാശവും ഇപ്പോൾ അതിൻ്റെ നമ്മുടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കേന്ദ്രം നൽകിയിട്ടുള്ള അനുമതിയും അനുവാദങ്ങളൊന്നും തന്നെ കർഷകന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല. സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്.
ഒരു ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതൊന്നും തന്നെ ചെയ്യുന്നില്ല. അതായത് ഒരു കാര്യം ഉറപ്പായി, LDFിൻ്റെ UDFിൻ്റെ അവനാടി ശൂന്യ. ജനകീയ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ, ഇതൊന്നും പറയാൻ നിലമ്പൂരിലെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ CPMന് സാധിക്കുന്നില്ല, കോൺഗ്രസിന് സാധിക്കുന്നില്ല, LDFിന് സാധിക്കുന്നില്ല, UDFിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ തറ രാഷ്ട്രീയമാണ് ഇപ്പോൾ BJPക്കും NDAക്കെതിരെ നടത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് എത്രമാത്രം അവർ അധപ്പതിച്ചു, പാപ്പരത്വം സംഭവിച്ചു. അവർക്ക് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാനില്ല. അതുകൊണ്ട് ശൂന്യമായ അവനാഴിയുമായിട്ടാണ് LDFും UDFും ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തിറങ്ങുന്നത്. ഞങ്ങൾ അവരുടെ ഈ ദയനീയ അവസ്ഥയിൽ ഞങ്ങൾക്കും സഹതാപമുണ്ട്. ഇതേ വിഷയം പോലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ, അക്രമങ്ങൾ. ഇപ്പോൾ 90 വയസ്സുള്ള ഒരു വൈദികന് നേരെ വരെ ആക്രമണം ഉണ്ടായി. ആർക്ക് നേരെ അക്രമം ഉണ്ടായാലും, അത് വൈദികന്മാർക്കെതിരായിട്ടായാലും, സന്യാസിമാർക്കെതിരായിട്ടാലും, മൗലവിമാർക്കെതിരായിട്ടാലും, സാധാരണ ജനങ്ങൾക്കെതിരായിട്ടായാലും എവിടെയും അക്രമം ഉണ്ടായാൽ അത് അപലപിക്കപ്പെടേണ്ടതാണ്, പ്രതിഷേധിക്കപ്പെടേണ്ടതാണ്. കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ തയ്യാറാകേണ്ടതാണ്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും അഭിപ്രായമാണ്. ഇതുവരെ അങ്ങനെയൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ചില പരാതികൾ പലപ്പോഴും ഉണ്ടായപ്പോൾ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് ആ നിലയ്ക്ക് ചർച്ചയാകും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഈഴവരുടെ പ്രശ്നവും ക്രൈസ്തവരുടെ പ്രശ്നമൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞ അതേ രീതിയിലാണെന്നാണ് ഇപ്പോഴും നിങ്ങൾ പറഞ്ഞത്. അല്ല, അതിൽ നമ്മുടെ ഈ SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന, അത് നടത്താൻ അദ്ദേഹത്തിന് അർഹതയുണ്ട്, അവകാശമുണ്ട്. ഇപ്പോൾ ഓരോ സമുദായത്തിനും ലഭിക്കേണ്ട നീതി അത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതാത് സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈഴവ സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുന്നു, അത് സംരക്ഷിക്കപ്പെടണം എന്ന് പറയാൻ SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് അവകാശമുണ്ട് എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. NSS നായർ സമൂഹം അവർക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ നീതി ലഭിക്കണം എന്ന് തുറന്നു പറയാനുള്ള അധികാരാവകാശം അവർക്കുണ്ട്. ക്രൈസ്തവ സംഘടനകൾക്ക് അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും സമുദായ നേതാക്കന്മാർ പറഞ്ഞതിനെതിരെ അതിനെ വർഗീയവൽക്കരിക്കാനാണ് കോൺഗ്രസും VD സതീശനും തയ്യാറാകുന്നത്. അപ്പോൾ അവർ പറയുന്നു 10-65 വർഷക്കാലം ഈ LDFിൻ്റെ UDFിൻ്റെ പ്രീണന രാഷ്ട്രീയം കൊണ്ട് പിന്നോക്ക സമൂഹങ്ങൾ അവഗണിക്കപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം വലിയൊരു സമൂഹം അവരും അവഗണിക്കപ്പെടുന്നു. ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന ജനസമൂഹം സ്വാഭാവികമായിട്ട് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമരരംഗത്തിറങ്ങാൻ തയ്യാറാകും, യാതൊരു സംശയമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ തുറന്നു പറയുമ്പോഴാണല്ലോ നിഷേധിക്കപ്പെട്ട നീതി ലഭിക്കുക. ഒരു കാലത്ത് പിന്നോക്കക്കാർക്കും അതുപോലെ മറ്റു പല വിഭാഗങ്ങൾക്ക് നീതി നിഷേധിച്ചിരുന്നു. അതിനൊരു സമരം വന്നു, നവോത്ഥാനങ്ങൾ നടന്നു, അവർക്ക് അവകാശങ്ങൾ ലഭിച്ചു. ഇവിടെ ഇപ്പം പിന്നോക്കക്കാരും മുന്നോക്കക്കാരും ഒക്കെ തന്നെ അമർഷത്തില്ല. ക്രൈസ്തവ സമൂഹത്തിനും അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതിൽ ഉന്നയിക്കുന്നതിൽ എന്താ തെറ്റ്? അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്, VD സതീശൻ്റെ നിലപാടെന്താണ്? ശ്രീ വെള്ളാപ്പള്ളി നടേശനും SNDPയും ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണത്തെ സംബന്ധിച്ച് VD സതീശൻ നിലപാട് വ്യക്തമാക്കണം, കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം, UDF നിലപാട് വ്യക്തമാക്കണം. ഒരു വലിയ സമൂഹം വിദ്യാഭ്യാസ മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, മറ്റെല്ലാ മേഖലയിലും 65 വർഷക്കാലം അവഗണന നേരിടുന്നുണ്ടെങ്കിൽ, അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്, VD സതീശനുണ്ട്. അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിക്കും LDF-നുമുണ്ട്. അതിൽ ഞങ്ങൾ ഈ സാമുദായിക നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണം അത് ശരിയാണ്, ഉന്നയിക്കുന്നതിൽ യാതൊരു തെറ്റില്ല, അത് അടിസ്ഥാനപരമാണെന്ന അഭിപ്രായമാണ് NDAക്കുള്ളത്. അതാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി ആവർത്തിച്ച് വ്യക്തമാക്കിയത്. അതൊക്കെ അത് ചോദിച്ചത് അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുന്നതേ. മലയോര മേഖലയിലെ വിഷയവും ചർച്ച ചെയ്യപ്പെടും, ഞാനീ പറഞ്ഞിട്ടുള്ള ഈ വിഷയവും ചർച്ച ചെയ്യപ്പെടും. ഇതെല്ലാം ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും, സ്വാഭാവികമാണത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട് വികസിത കേരളം, വികസിത നിലമ്പൂർ, എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ പുതിയ രാഷ്ട്രീയത്തോട് നിലമ്പൂരിലെ ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ദൗത്യം എന്ന നിലയിൽ കരുതുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മാറാത്തത് ഇനി മാറും. അത് നമുക്ക് ഈ നിലമ്പൂരിൽ കാണാൻ സാധിക്കും.